വയനാട് വീണ്ടും വന്യമൃഗശല്യം കൂടുതലാവുന്നു, കടുവ ഇറങ്ങുന്നു. എന്താണ് ന്യൂസ് കിട്ടിയ പുതിയ അപ്ഡേഷൻ? ഇന്നലെ രാത്രി ഒരു കടുവ ഒരു പശുവിനെ കൂടി ആക്രമിച്ചതായിട്ടാണ് വിവരം കിട്ടിയിട്ടുള്ളത്. കടുവയുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ കാൽപ്പാടുകൾ പരിശോധിച്ച് അത് കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി ആ ശ്രമങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിലൊന്നും ഒരു ജാഗ്രത കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവികൾ സ്വാഭാവികമായി വനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിൽ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. ഗവൺമെൻറ്റിന് ജോലി ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഫലപ്രദമായ നടപടികളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു, ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വീണ്ടും ചർച്ച ചെയ്തതിനാണ് ഒരു 3 അംഗ മന്ത്രിസഭ സമിതിയെ നിയോഗിച്ചു. ആ സമിതി എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ച് 20-ാം തീയതി അവിടെ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ വനംവകുപ്പ് മന്ത്രി പ്രത്യേകമായി അവിടെ ചെന്ന് പുതിയ കാര്യങ്ങളല്ലല്ലോ പറയേണ്ട, നമ്മൾ കൂട്ടായെടുത്ത തീരുമാനം, ആ തീരുമാനം അവരെ അറിയിച്ച് അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതും കേട്ട് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാനാണ്. അപ്പോൾ 2 തട്ടിലായിട്ടാണ് അവിടെ യോഗം ചെയ്തത്. ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ യോഗം. കാരണം അവരിലൂടെയാണ് നമ്മളിത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി ഒരു സ്ഥലത്ത് ചെല്ലുന്നതാണ് ഉചിതം എന്ന് കരുതുന്നു. ആ നടപടികളിലാണ് ഇപ്പോൾ വനം മന്ത്രിയും ഗവൺമെൻറ്റും വ്യാപൃതരായിരിക്കുന്നത്. എന്നാൽ അതാത് സമയം ഓരോ മണിക്കൂർ കൂടുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. മറ്റേത് പ്രതിഷേധത്തിൽ ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. 20-ന് വയനാട്ടിലെത്തുന്ന മന്ത്രിയെ തടയും എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അതൊക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമല്ലേ. അത് എന്തിനാണ് തടയാൻ പാടില്ല എന്നൊരു നിലപാട് ഞാൻ എടുക്കുന്നത്. അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കമല്ലല്ലോ.